മൈ ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനിപ്പം വന്നിരിക്കുന്നത് നമ്മളുടെ NMMS സാറ്റിലെ ഫിസിക്സിൽ വരാവുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. അപ്പം നിങ്ങളിപ്പം ഓണം എക്സാമിനായിട്ട് തകൃതിയായിട്ട് ഇരുന്ന് പഠിക്കുകയായിരിക്കും. അപ്പം മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ്, അളവുകളും യൂണിറ്റുകളും എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് NMMSന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ഇതാ മിസ് ഇവിടെ ബോർഡിൽ നിങ്ങൾക്ക് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പഠനം കറക്റ്റായിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പം മക്കളെ, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്കാണ് കടക്കാൻ പോകുന്നത്. അപ്പം മിസ് എപ്പോഴും പറയുന്ന പോലെ ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് ഇവിടെ സ്ക്രീനിൽ കാണുമ്പോഴും മിസ് പറയുന്നതിന് മുന്നേ നിങ്ങൾ അവിടെ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ആൻസർ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞോളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റെഡി ആണല്ലോ. നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ഈസ്, താപനിലയുടെ SI യൂണിറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. അറിയാലോ, NMMSന് ഓപ്ഷൻസ് ഉണ്ടാവും, അതിനകത്തുനിന്ന് സെലക്ട് ചെയ്താൽ മതി. ഇവിടെ സെൽഷ്യസ് തന്നിട്ടുണ്ട്, കെൽവിൻ തന്നിട്ടുണ്ട്, ഫാരൻഹീറ്റ് തന്നിട്ടുണ്ട്, ജൂൾ തന്നിട്ടുണ്ട്. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. കെൽവിനാണ്. ഓപ്ഷൻ ബി കെൽവിനാണ് കറക്റ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈസി ആണല്ലോ, ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് ഈസ്, വൈദ്യുത പ്രവാഹ തീവ്രതയുടെ SI യൂണിറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷൻസ് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കറിയാം. നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് അറിയാം. ഏതാണ്? ആംപിയർ ആണ്. അപ്പോൾ ആ ആംപിയർ എത്രാമത്തെ ഓപ്ഷനാണ്? യെസ്, സി ആണ്. സി ആണല്ലോ ആംപിയർ വരുന്നത്. അപ്പം നമ്മളുടെ ആൻസർ ഏതാണ്? സി. അപ്പം നിങ്ങൾ ഏതാണ് ബബിൾ ചെയ്യേണ്ടത്? സി. അങ്ങനെയാണെങ്കിൽ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നിങ്ങൾ നോക്കിയേ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് ഈ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? പഠിക്കാത്ത ആൾക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷെ പഠിച്ച ആൾക്ക് ഭയങ്കര സിമ്പിളാണ് അല്ലേ? അപ്പോൾ മക്കളെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ ക്വാണ്ടിറ്റി മെഷേർഡ് യൂസിങ് എ സ്റ്റോപ്പ് വാച്ച് ഈസ്, ഒരു സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് അളക്കുന്ന അളവ്. സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് ഏത് അളവാണ് അളക്കുന്നത്? ഏതാണ് അളക്കുന്നതെന്നുള്ളത് നമുക്കറിയാം. ഏതാണ്? ലെങ്ത് ആണോ? മാസ് ആണോ? ടെമ്പറേച്ചർ ആണോ? താപനിലയാണോ? അല്ല. ഏതാണ്? ടൈം, സമയം. അപ്പോൾ അത് ഏത് ഓപ്ഷനാണ്? യെസ്, ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി മില്ലിമീറ്റേഴ്സ് ആർ ദർ ഇൻ 1 സെൻറ്റിമീറ്റേഴ്സ്? 1 സെൻറ്റിമീറ്ററിൽ എത്ര മില്ലിമീറ്റർ ഉണ്ട്? നമുക്ക് സിമ്പിളാണിത്. സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ ആ 2 വലിയ വരകൾക്കിടയിൽ കുഞ്ഞു വരകൾ, എത്ര വരകളുണ്ട്? എത്ര ലൈൻസ് ഉണ്ട്? 10 എണ്ണം. അപ്പോൾ 1 സെൻറ്റിമീറ്ററിനിടയിൽ 10 ലൈൻസ് ഉണ്ട്. ആ 10 ലൈൻസിൽ, ആ 10 കുഞ്ഞി ലൈൻസിൽ ഒരു ലൈൻ എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? 10 സെൻറ്റിമീറ്റർ ആണോ? ക്വസ്റ്റ്യൻ എന്താണ്? 1 സെൻറ്റിമീറ്റർ എത്രയാണ്? 1 സെൻറ്റിമീറ്റർ. 1 സെൻറ്റിമീറ്റർ. 1 സെൻറ്റിമീറ്ററിൽ എത്ര മില്ലിമീറ്റർ ഉണ്ട്? എത്രയാണ്? 10 ആണ്. അപ്പോൾ ഇവിടെ 10 ഓപ്ഷൻ ഏതാണ്? യെസ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കല്ലേ? നോക്കാം. ദ SI യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ്, ബലത്തിൻ്റെ SI യൂണിറ്റ് എന്താണ് ബലത്തിൻ്റെ SI യൂണിറ്റ്? നിങ്ങളിപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ദിൽഷ മിസ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങൾ യൂണിറ്റ് പഠിച്ചതാണല്ലോ. ഏതാണ് ഫോഴ്സിൻ്റെത്? ന്യൂട്ടൺ ആണെന്ന് നമുക്കറിയാം. അപ്പം ന്യൂട്ടൺ ഇതിനകത്ത് ഏത് ഓപ്ഷനാണ്? യെസ്, ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് എ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി? ഇവയിൽ ഏതാണ് അടിസ്ഥാന അളവ് അല്ലാത്തത്? അപ്പം 4 ഓപ്ഷൻ വായിച്ചു നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ എ ടൈം ആണോ? ഓപ്ഷൻ ബി സ്പീഡ്, വേഗത. ഓപ്ഷൻ സി തന്നിട്ടുണ്ട് ലെങ്ത്, നീളം. ഓപ്ഷൻ ഡി തന്നിട്ടുണ്ട് മാസ്. ഇതിനകത്ത് നമ്മളുടെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി, അടിസ്ഥാന അളവല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അടിസ്ഥാന അളവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു 7 അളവുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു 7 ക്വാണ്ടിറ്റീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മറ്റ് ക്വാണ്ടിറ്റികളുമായിട്ട് ഒന്നും കണക്ഷൻ ഇല്ലാതെ, മറ്റ് ക്വാണ്ടിറ്റീസ് ഒന്നും വെച്ച് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത, മറ്റളവുകൾ വെച്ചൊന്നും പ്രസ്താവിക്കാൻ പറ്റാത്ത, മറ്റളവുകളുമായിട്ട് ഒരു പരസ്പരവും ബന്ധമില്ലാത്ത 7 അളവുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ 7 അളവുകളിൽ പെടാത്തത് ഏതാണെന്നൊന്ന് പറഞ്ഞേ. ഏതാണ് പെടാത്തത്? യെസ്, ഓപ്ഷൻ ബി, നമ്മളുടെ സ്പീഡാണ്, വേഗത. സെറ്റാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക്
നമ്മുടെ ഈ ഒരു സെഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്ര പേർക്ക് ഫുൾ മാർക്ക് കിട്ടിയെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ 6 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഈ 6 ക്വസ്റ്റ്യനിൽ 6ഉം കറക്റ്റ് ആയിട്ടുള്ള എത്ര പേരുണ്ട് എന്നുള്ളത് ഈ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. താഴെ ഞങ്ങൾ 6 ഔട്ട് ഓഫ് 6 എന്നുള്ള നിങ്ങളുടെ മാർക്കൊന്ന് താഴെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി 5 മാർക്കാണ് കിട്ടിയെങ്കിൽ 5 എന്ന് കമൻറ്റ് ചെയ്യുക, 4 ആണെങ്കിൽ 4 എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ മാർക്കൊന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മിസ്സ് വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പം മക്കൾ നന്നായിട്ടിരുന്ന് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.